Join the legacy of excellence at Little Flower Engineering Institute, Kalmasheri. അല്ല, സഭ ആഗ്രഹിക്കുന്നതാണ് ഈ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജനഹൃദയങ്ങളിൽ, ജനമനസ്സുകളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ചില വ്യക്തികളുണ്ട്. അവരാരാണെന്ന് തീർച്ചയായിട്ടും പാർട്ടി കണ്ടെത്തണം. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കൂടാരങ്ങളിൽ നടക്കുന്ന ചർച്ചയല്ല. ഇവിടുത്തെ പൊതു മനസ്സെന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ രീതിയിൽ നല്ല മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഒക്കെ നിയോഗിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ അവർക്ക് നൽകിയ സമ്മതിദാന അവകാശത്തിൻ്റെ ഒരു ജനങ്ങളോടുള്ള ഒരു അംഗീകാരമായിട്ട് മാറും. പൊതുജനങ്ങൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല പ്രവർത്തനങ്ങൾക്ക് പിൻബലം നൽകുകയും ചെയ്യും. തിരഞ്ഞെടുപ്പിന് ഇത്രയും വലിയ വിജയകരമാക്കിയ നേതാക്കന്മാരുണ്ട്. അവരെ തന്നെ സർക്കാർ രൂപീകരിക്കുമ്പോൾ മുഖ്യമന്ത്രിയായിട്ട് നിയോഗിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. പുതിയ ഭരണ സംവിധാനം വരുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മേഖലയിലെ പ്രതിനിധികൾക്ക് അർഹമായ പ്രാതിനിധ്യം മന്ത്രിസഭയിലും അതോടൊപ്പം തന്നെ ഭരണ സംവിധാനങ്ങളിലൊക്കെ നൽകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വിഴിഞ്ഞത്ത് യഥാർത്ഥത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഈ പൊതുപ്രവർത്തകർ, പരിസ്ഥിതി പ്രവർത്തകർ, ഈ കടലിൻ്റെ ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കണമെന്ന് പറയുന്ന ആളുകളൊക്കെ സമരത്തിലേർപ്പെട്ടത്. ആ സമരം ഒരു സന്ദർഭത്തിൽ അത് നിർത്തിവെക്കേണ്ടി വന്നെങ്കിലും ഇന്നിപ്പോൾ ചുറ്റുപ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല, ആ പ്രദേശത്തുള്ള ആളുകളൊക്കെ സമരത്തിലാണ്. കാരണം ഈ പോർട്ട് വന്നതിന് ശേഷം ഇവിടെ വലിയ കൊട്ടിക്കോഴിക്കലൊക്കെ നടന്നെങ്കിലും സാധാരണ ആളുകൾക്ക് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. ദിവസം പ്രതി ആ പ്രദേശത്തുള്ള ആളുകൾ കൂടുതൽ ദുരിതപൂർണമായ സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. ആ സന്ദർഭത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ ഒരു ജനവിഭാഗത്തെ ഭരണ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ നിരുത്സാഹപ്പെടുത്തുവാനും ആ സമരത്തെ ഇല്ലാതാക്കുവാനുമുള്ള നടപടിയുടെ ഭാഗം തന്നെയായിരുന്നു എടുത്ത കേസുകളൊക്കെ. ആ കേസുകളൊക്കെ അന്ന് തന്നെ ചർച്ച ചെയ്ത് ഒത്തുതീർപ്പാകുമ്പോൾ പിൻവലിക്കാമെന്ന് പറഞ്ഞെങ്കിലും ഇന്നും 38ഓളം കേസുകൾ നിലനിൽക്കുകയാണ്. അതിനകത്ത് വേണ്ടത്ര ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല. അത് മത്സ്യത്തൊഴിലാളികളെയും ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉളവാക്കുന്ന ഒന്നാണ്. പാർട്ടിക്ക് അവരുടെ കോട്ടകളിലൊക്കെ വിള്ളലേറ്റിരിക്കുന്നു. അത് വളരെ ആത്മാർത്ഥതയോടുകൂടി, സത്യസന്ധതയോടുകൂടി പാർട്ടി പുനഃപരിശോധിച്ച് വേണ്ട രംഗങ്ങളിലൊക്കെ തിരുത്തൽ നടത്തണം. കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി പൊതുജനങ്ങളുടെ മധ്യത്തേക്ക്, തൊഴിലാളികളുടെയൊക്കെ മധ്യത്തേക്ക് വരാനുള്ള ഒരു ഇച്ഛാശക്തി കാണിക്കണം.